ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. രേവതി ആണെങ്കിൽ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, എൻ്റെ കട പോയത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷമാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട വശം തന്നെ ചന്ദ്രമതി പറയുകയാണ്, നീ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഈ വീടിൻ്റെ മുന്നിൽ അതും റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് കട വെച്ചത്. നീ അങ്ങനെ ഒരു പൂക്കട വീടിൻ്റെ മുന്നിൽ വെച്ചത് ദൈവത്തിന് നല്ല രീതിയിൽ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കൊടുങ്കാറ്റടിച്ചതുപോലെ നിന്റെ കട മൊത്തം അടക്കം നഗരസഭക്കാരെടുത്ത് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ എൻ്റെ മോള് എവിടെ ഇരുന്നിട്ട് പൂ കെട്ടുമെന്ന് നല്ല രീതിയിൽ കളിയാക്കണം കേട്ടോ. അത് കേട്ട വശം തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു പായൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ പറയാണ്, ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതാണോ ഇനി വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതാണോ എന്ന് അധികം താമസിക്കാണ്ട് ഞാൻ അറിയും. അപ്പം ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എല്ലാവർക്കും ഉള്ളതെന്ന് പറയാൻ കേട്ടോ. അത് കേട്ട വശം തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ആയിട്ട് സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് രവിയേട്ടനാണ് ചോദിക്കണം, മോനെ നീ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കണം. ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് അച്ഛന്ന് പറയുന്നത്. മോനെ നീ രേവതിയുടെ കാര്യം മറക്കരുത്, രേവതിയുടെ ആ ഒരു കണ്ണുനീര് നീ തുടയ്ക്കണം മോനെ, നീ ഇത് നിസ്സാരാക്കി കളയരുതെന്ന് പറയാണ്. അത് കേട്ട സച്ചിയാണെങ്കിൽ പറയണം, അച്ഛാ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഒരു ഭർത്താവല്ല അച്ഛാ, എനിക്ക് ആ ഒരു വേദന ഇല്ലാതിരിക്കുമോ, ഞാൻ അവളുടെ കണ്ണുനീര് ഒപ്പുവച്ചാ അച്ഛൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ആകെ മൊത്തം വിഷമമായിട്ട് പുറത്തേക്ക് പോവാണ്. എല്ലാവർക്കും ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.